സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങളിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എങ്ങനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി എന്നാണ്. അൻത റഹ്മാൻ, അൻത റഹീം അങ്ങനെയല്ല, അൻതൽ അസീസ് അങ്ങനെയല്ല. പിന്നെയോ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന് പറഞ്ഞാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്. വേറെ ചില തിരുമൊഴികൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണത്. എന്താണത്? നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ചില വിഷയമാണ്. ഒന്ന്, അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൽ നിവേദനം. അദ്ദേഹം പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ? ദാഖ തഅമുൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടവൻ, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടവൻ, മുഹമ്മദ് നബിയായി പ്രീതിപ്പെട്ടവൻ, ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു, അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ ഇതിനർത്ഥം? അള്ളാഹുവിനെ റബ്ബായി പ്രീതപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക. അള്ളാഹു ആകുന്നു രക്ഷാകർത്താവ്, അവനല്ലാതെ മറ്റൊരു രക്ഷാകർത്താവില്ല. അതിൽ നമ്മൾ പ്രീതിപ്പെടുക. അത് നമ്മൾ അള്ളാഹുവിന് സമ്മതിക്കുക. പടച്ചോനാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് സ്ഥിതി നിയന്ത്രിക്കുന്നത്, അള്ളാഹു ആകുന്നു അനുഗ്രഹദാതാവ്, അള്ളാഹുവിൻ്റെ കൽപ്പനയിലും കാര്യത്തിലുമാണ് ഞാനുള്ളത്. അതിൻ്റെ തേട്ടാണ് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഒരാൾ റബ്ബായി പ്രീതിപ്പെട്ടാൽ, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടാൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടാൽ അയാൾ ദാഖ തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു എന്നാണ്. ഈമാനിൻ്റെ രുചി ആസ്വദിച്ചാലാണ് ഈ ലോകത്ത് രക്ഷ, പരലോകത്തു രക്ഷ. ആ രക്ഷ ഒരാൾ നേടിയവനാകാൻ അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെടണം, ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായും പ്രീതിപ്പെടണം. മറ്റൊരു തിരുമൊഴി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് ഒരാൾ കേട്ടാൽ, എന്നിട്ട് വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. പലരും ഈ ഒരു ദിക്ർ നിത്യമാക്കുന്നതിൽ വീഴ്ച വരുന്നവരാണ്. പലർക്കും അതറിയില്ല. എന്താ പറയേണ്ടത്? ബാങ്ക് കൊടുക്കണത് കേൾക്കുമ്പോൾ വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചാൽ എന്താ? ഗുഫിറ ലഹു ദംബുഹു, അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. മറ്റൊരു തിരുമൊഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അബൂ സല്ലാമിൽ നിന്നാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മാ മിൻ മുസ്ലിമിൻ യഖൂലു ഹീന യുംസി വ ഹീന യുസ്ബിഹ്, പ്രദോഷത്തിൽ രാവിലെയും വൈകുന്നേരവും ഒരു മുസ്ലിം റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്ന് ചൊല്ലിയാൽ, ചില റിവായത്തുകളിൽ അത് 3 തവണ ചൊല്ലിയാൽ, ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർദിയഹു യൗമൽ ഖിയാമ, ആ മനുഷ്യനെ പ്രീതിപ്പെടൽ എപ്പോൾ? അന്ത്യനാളിൽ. അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും ചൊല്ലേണ്ട ഒരു ദിക്റാണ് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, ചില റിപ്പോർട്ടുകളിൽ വബി മുഹമ്മദിൻ റസൂല. അപ്പോൾ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ റസൂല.
അള്ളാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായിട്ട് ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് സമ്മതിക്കുക, ഇത് നമ്മൾ അള്ളാഹ്ക്ക് അംഗീകരിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 തവണ, എല്ലാ പ്രദോഷങ്ങളിലും 3 തവണ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ പ്രീതിപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ആ മനുഷ്യനിൽ അവതരിക്കുകയാണ്. അന്ത്യനാളിൽ ആ മനുഷ്യനെ പ്രീതിപ്പെടുക എന്നുള്ളത് അള്ളാഹു അവൻ്റെ ഹക്കായി ഏറ്റിരിക്കുന്നു എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ റബ്ബായി പ്രീതിപ്പെടുക എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ വിഷയമാണ്. ഈ ദുആകളിലെല്ലാം ഒന്നാമത് അതാണ്. അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള സംഗതിയാണ്. നമ്മളെ അള്ളാഹു പ്രീതിപ്പെടാൻ ഏറെ അനിവാര്യമായ കരണീയമായൊരു വിഷയമാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ദിക്റുകൾ മനുഷ്യന്മാർ നിത്യമാക്കാൻ, ഇതുപോലത്തെ മറ്റ് ദിക്റുകൾ നിത്യമാക്കാൻ മനുഷ്യന്മാർ സമയം കാണുക തന്നെ വേണം. അതിനൊരു നയിപ്പില്ല, കുറേ ടൈമും വേണ്ട, അതിനൊരു സ്പോൺസർ അംഗീകാരം അനുവാദം വേണ്ട. പെണ്ണുങ്ങളെയും കുട്ടികളെയും ഓല ഇതുമില്ല, വിഷയമല്ല. ഇയാൾ കുറേ ടൈം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, പെരി കിട്ടണില്ല, അങ്ങനത്തെ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് ചെല്ലാനുള്ള ഒരു 10, 24, 25 ദിക്റുകളാണ്. ആ ദിക്റുകളിൽ ചിലത് 3 തവണ ആവർത്തിക്കേണ്ടതുണ്ട്, ചിലത് ഒരു ദിക്റ് 7 തവണ ആവർത്തിക്കേണ്ടതുണ്ട്, ഒരു ദിക്റ് 4 തവണ ആവർത്തിക്കേണ്ടതുണ്ട്. ബാക്കി ചില ദിക്റുകൾ 3 തവണ ആവർത്തിച്ചാൽ മതി. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ദിക്ർ. പിന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 10 സലാത്ത് രാവിലെ, അതേപോലെ വൈകുന്നേരം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, അത് 3 തവണ വീതം. മറ്റ് ദിക്റുകൾ കുറച്ച്, അത് ഓരോ തവണ. അതിന് സമയം നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് കുറേ റാഹത്താണ്, കുറേ അനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ്. ചിലരിങ്ങനെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ട്. പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ കാരുണ്യാതിരേകത്താൽ അരുളിയതായ ഇത്തരം സുരക്ഷാ വിഭവങ്ങൾ, സുരക്ഷയുടെ മാർഗങ്ങൾ, ഇത് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. റളിതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. അത് അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും നമ്മളിൽ അരുളപ്പെടാൻ കരണീയമായ മഹത്തായ ദിക്റാണ് എന്നുള്ളതാണ്.